വർക്ക് ചെയ്ത ഡയറക്ടേഴ്സിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടും ഏറ്റവും ഇഷ്ടത്തോടു കൂടിയിട്ടും വർക്ക് ചെയ്തതായിരുന്നു? ശ്രീകാന്ത് സാറ് ഒരാള്. ശ്രീകാന്ത് സാർ ഭയങ്കര എന്താ പറയാ, ഭയങ്കര വർക്കിംഗ് സ്റ്റൈൽ. ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനുള്ള രീതിയിൽ ചെയ്തോളം പറയും. സീൻ പറഞ്ഞു തരും, നമ്മളുടെ ഇഷ്ടത്തിൽ ചെയ്തോളം പറയും. അതിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ പുള്ളി അത് പറയുന്നത് മാത്രമേ ഉള്ളൂ. വേറെ അല്ലാതെ നമുക്ക് എന്താ പറയാ, നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതിൽ നിന്ന് പുള്ളി അത് മാറ്റി കുറച്ചൊന്ന് മോൾഡ് ചെയ്തെടുക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാലേന്ദ്ര മേനോൻ സാറ് ഇപ്പോ റീസെന്റ് ചെയ്ത മൂവി എന്നാലും ശരത്ത് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം സാറ് രാവിലെ വരും, സാറ് ഒരു പേജ് എടുക്കും, അസോസിയേറ്റിനെ വിളിക്കും, ഡയലോഗ്സ് അപ്പം എഴുതും, അപ്പം പഠിക്കണം, നെക്സ്റ്റ് കട്ട് സീനാണ്, അപ്പൊ പഠിച്ച് ചെയ്യണം. ഞാൻ നോക്കുമ്പം ജൂഡേട്ടൻ അങ്ങോട്ട് ഓടുന്നു, കോട്ടയം നസീർക്ക് ഇങ്ങോട്ട് ഓടുന്നു, ഡയലോഗ് പഠിക്കാൻ. എല്ലാവർക്കും 1.5 പേജൊക്കെ. പിന്നെ പറഞ്ഞു. പക്ഷേ സാറ് ടൈം എടുത്ത് ലൈക്ക് എപ്പോഴും എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഞാൻ ആക്ട് ചെയ്യും, പക്ഷെ ഞാൻ അങ്ങനെ പ്രൊഫഷണൽ അത്ര നല്ലൊരു ഇതല്ല. പക്ഷേ നമ്മളുടെ രീതി പറയാന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ രീതിയിൽ അത് കൊണ്ടുവരിക എന്നുള്ള രീതിയിലാണ്. അല്ലാതെ വേറൊരാളെപ്പോലെയായിട്ട് ഞാൻ ചെയ്യാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, ട്രൈ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ സാറാകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സാർ ഇസ് ലൈക്ക് ഓൾഡ് സ്കൂൾ സീനായതുകൊണ്ട് സമയം എടുത്ത് ഡയലോഗ് പറഞ്ഞാൽ മതി എന്ന് പറയും. സോ ഒരു പേജ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയലോഗ് പറഞ്ഞു വരുമ്പോഴത്തേക്കും കുറേ സമയം എടുക്കും. അതിൻ്റെ ഉള്ള ഗ്യാപ്പ്, സ്റ്റോപ്പ് എവിടേക്കാ, അതെല്ലാം സാറ് എനിക്ക് തോന്നുന്നു 3-4 ടേക്കിൻ്റെ ഉള്ളിൽ അത് ഓക്കെ ആക്കണം നമ്മൾ. അപ്പം അതൊരു ഭയങ്കര ടാസ്ക് ആയിരുന്നു, വേറൊരു ടൈപ്പ്. പക്ഷെ നമ്മളത് ഭയങ്കര എൻജോയ് ചെയ്യുകയും ചെയ്യും. വേറൊരു ടൈപ്പ് ഓഫ് ലേണിംഗ്. അത് ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയുടെ എല്ലാവരും ആ സിനിമയിൽ വർക്ക് ചെയ്തില്ല. ആർട്ട് മുതൽ കൺട്രോൾ, നോബൽ ചേട്ടൻ അടക്കം പറയുന്നത് ഈ സിനിമ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എനിക്കൊരു 30 years എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് കൊണ്ടാണെന്ന് ഫസ്റ്റ് പറയുന്നത്. ഒരു മൂവിയിലൂടെ ഇത്രയും എക്സ്പീരിയൻസ് കിട്ടും. അത് ഭയങ്കര ഒരു നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. ഒരു പേജ് ഡയലോഗ് തന്നു കഴിഞ്ഞാൽ അല്ല ചിലപ്പോൾ അരി പേർക്കും. അത് ഞാൻ പേടിച്ചിട്ട് പഠിച്ചാണെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല പക്ഷെ ഞാൻ പറയാം, കൂടുതൽ ആളുകൾക്കും അങ്ങനെയായിരുന്നു. എനിക്കും ഈ പറഞ്ഞ പോലെ വലിയ ഇല്ല, ഭയങ്കര സോഫ്റ്റാ സാറ്, ഭയങ്കര സോഫ്റ്റാ. പക്ഷെ അദ്ദേഹത്തിനോടുള്ള ബഹുമാനം കാരണം നമുക്കൊരു പേടി വരും. പിന്നെ അതിലുണ്ടായിരുന്ന ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞ റൈറ്ററാ. അപ്പം ഫുള്ള് ആ ടൈപ്പ് ഓഫ് ഒരു വാക്കുകളും ഒക്കെ ആയിരുന്നു. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കുമ്പോൾ പോലും ഇടയ്ക്ക് സ്ലിപ്പാവും വാക്കുകൾ. പക്ഷെ ഭയങ്കരമായിട്ട് നമുക്കൊരു പേടി കാരണമുള്ള ഒരു സംഭവം ഉണ്ടാവില്ല. നമ്മളിതെങ്ങനെയും പഠിച്ച് ചെയ്യണം, അതുകൊണ്ട് ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തെങ്കിലും ഇൻഹിബിഷൻസ് ഉണ്ടോ മറീനയ്ക്ക്? എന്താണ് ഞാൻ ഇങ്ങനെ ചെയ്ത അതുപോലെ അങ്ങനെ ചെയ്ത അങ്ങനെ ഉള്ളിൽ എന്തെങ്കിലും തോന്നലുകൾ എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് ചിലപ്പോൾ ആളുകൾക്ക് അതെങ്ങനെ എടുക്കും എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നം എനിക്ക്. അതുകൊണ്ടാണ് ബേസിക്കലി ഞാൻ ആളുകളുടെ അടുത്ത് അങ്ങനെ ഒരുപാട് സംസാരിക്കാത്തത്. എസ്പെഷ്യലി സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ അടുത്ത് സംസാരിച്ചാൽ എന്തെങ്കിലും വിചാരിക്കുമോ എന്നുള്ള ഒരു പേടിയുള്ളതുകൊണ്ട്. പക്ഷെ അതെ, ലുക്ക് വലിയൊരു പ്രശ്നം. അത് ബേസിക്കലി ഇപ്പോൾ ചങ്സോ വേറെ സിനിമകൾ ചെയ്ത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവുള്ളൂ. കുട്ടികൾക്കൊക്കെ അടുത്ത് വന്ന് സംസാരിക്കാൻ പേടിയാണ്. ഇപ്പോൾ നേരിട്ട് ആളുകൾ കാണുകയാണെങ്കിലും ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യും, ചേച്ചി നേരിട്ട് കണ്ടിരുന്നു, സംസാരിക്കാൻ പേടിയായിട്ടാണ്. ഞാൻ പറയും എന്തിനാ പേടിക്കണേ? ആ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ. ബിക്കോസ് അത് ആ ക്യാരക്ടർ അത് അങ്ങനെ ആയി ചെയ്തു വെച്ചത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതെനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ കോമൺ ആയിട്ടുള്ള ആളുകളെ കാണുമ്പോൾ ഞാനായിട്ട് തന്നെ സംസാരിക്കും. അല്ലാത്ത ആൾക്കാരോട് ഞാൻ സംസാരിക്കാൻ പോകാറില്ല. പിക്ചറൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഏത് രീതിയിലാണ് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇത് കാണുന്ന ആൾക്കാരെന്തായാലും മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ കുട്ടി അത്ര കുഴപ്പക്കാരിയൊന്നുമല്ല, ടെററിസ്റ്റ് പേടിയായിട്ടോ. എന്തായാലും സോ ഹാപ്പി ടു മീറ്റ്. ഇങ്ങനെ സംസാരിക്കാനും കൂടുതൽ അറിയാനും ഒക്കെ പറ്റിയതിൽ സന്തോഷം.